ശ്വേതാ മേനോന്റെ കമ്മിറ്റിക്കെതിരെ ആരോപണവുമായി താരങ്ങൾ. കമ്മിറ്റി സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് അൻസിബ ഹസൻ. ശ്വേത പറഞ്ഞ കണക്കുകൾ ശരിയല്ലെന്നും പിഷാരടിയുടെ ഓഡിയോ പുറത്തുവിട്ടത് വിശ്വാസവഞ്ചനയെന്നും ഉഷ ഹസീന. കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആളുകളല്ല നേതൃത്വത്തിൽ വേണ്ടതെന്ന് മാലാ പാർവതിയും പറഞ്ഞു. ശ്വേതയുടെ ഉറപ്പിൽ 15 കോടി അദാനി ഗ്രൂപ്പിൽ നിന്ന് ഉറപ്പാക്കിയെന്ന BJP നേതാവ് പറയുന്ന വീഡിയോയും വാർത്താ സമ്മേളനത്തിൽ പ്ലേ ചെയ്തു. ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ രാജിവെച്ചു പോയ കമ്മിറ്റി, ആ കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റി ആക്കാത്തതിന്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലായ കാര്യം, സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പൊ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? ലോജിക്കലി ഒരിക്കലും ജനറൽ ബോഡി അങ്ങനെ ചിന്തിക്കില്ല. അതാണ് അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ആ കമ്മിറ്റിയെ തന്നെ വീണ്ടും അഡ്ഹോക് കമ്മിറ്റി ആക്കാതിരുന്നത്. ഇനി ഇതിലുള്ള വേറൊരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സാമ്പത്തിക ആരോപണം നേരിടുന്ന ഈ രാജിവെച്ച കമ്മിറ്റിയെ അഡ്ഹോക് കമ്മിറ്റി ആക്കിയിട്ടില്ലെങ്കിലും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ റോണി ഡേവിഡ്, ആശ അരവിന്ദ് എന്നിവരെ അഡ്ഹോക് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശ അരവിന്ദ് ചേച്ചി റിസൈൻ ചെയ്തു എന്നോ ഞാൻ അറിഞ്ഞു, പക്ഷെ റോണി ഡേവിഡ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരെയും ഈ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് വിളിച്ചതിനും ഒരു കാര്യമുണ്ട്. കാരണം അവരാണ് സഞ്ജീവിനി പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടു ഇരിക്കുന്നത്. അപ്പൊ ആ സഞ്ജീവിനി പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോവരുത്. കാരണം ഇത്രയും പേരുടെ പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലാണുള്ളത്. പെട്ടെന്ന് ഒരാൾക്ക് ഒരു ദിവസം വന്ന് അത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ സാമ്പത്തിക ആരോപണം നേരിടുന്ന സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ താഴെ പോയ ആ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഡോക്ടർ റോണിയെയും ആശ അരവിന്ദ് ചേച്ചി. KK പ്രശാന്ത് ഉണ്ട് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, ഈ ശ്വേതാ മേനോന്റെ കമ്മിറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ അൻസിബയും മാലാ പാർവതിയും ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. ഓഡിയോ സന്ദേശവും വീഡിയോ ഒക്കെ പുറത്തുവിടുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, അമ്മയിലെ സാഹചര്യങ്ങൾ കുറെ കൂടി ഗുരുതരമാകുന്ന ചില വെളിപ്പെടുത്തലുകൾ, പരാമർശങ്ങൾ തന്നെയാണ് മാലാ പാർവതി, അതുപോലെ തന്നെ അൻസിബ ഹസൻ, ഉഷ ഹസീന തുടങ്ങിയവരെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതായത് ആദ്യം ഈ ഭാരവാഹികളെല്ലാം തന്നെ കുറുക്ക് വഴികളുടെ ഭാരവാഹിത്വത്തിലേക്ക് എത്തിയതാണ്. അതായത് ശ്വേതാമൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ തന്നെയാണ്. കൃത്യമായ നീക്കം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അധികാരത്തിലേക്ക് എത്തിയ ശേഷം അധികാരമോഹം മാത്രമായിരുന്നു ഇവരുടെ മുന്നിലുണ്ടായിരുന്നത്. അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ഇവർ ചെയ്തില്ല എന്ന വിമർശനമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അതോടൊപ്പം അതിനുശേഷം അൻസിബ സംസാരിക്കുമ്പോൾ താൻ നൽകിയ പരാതിയിൽ പോലീസിനെതിരെ കൂടി അൻസിബ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അക്കാര്യത്തിൽ FIR ഇടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. പിന്നീട് ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടും അക്കാര്യത്തിൽ 14 ദിവസത്തെ പ്രാഥമിക അന്വേഷണം എന്ന നിലയിലാണ്. അപ്പോഴും FIR ഇടുന്ന രീതിയിൽ ഉണ്ടായില്ല. ഓപ്പറേഷൻ തൂഫാനുമായി നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി പോലീസ് സ്റ്റേഷനുകളിൽ വനിതകൾ കൊടുക്കുന്ന പരാതിയുടെ കാര്യത്തിലുള്ള മെല്ലപ്പോക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടണമെന്നൊരു ആവശ്യം കൂടി അൻസിബ മുന്നോട്ട് വെക്കുന്നുണ്ട്. ടിനി ടോം തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. നേരത്തെ നൽകിയ പരാതി തന്നെയാണ്. ആ പരാതി മേലാണ് ഇപ്പോഴും കേസിന്റെ നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ ആരോപണം, അതായത് ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് മാലാ പാർവതി അറിയിക്കുകയും അത് ശ്വേതാ മേനോനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഇനി ഇത്തരം ആരോപണങ്ങളുമായി വന്നാൽ അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറായാൽ മാലാ പാർവതി സിനിമ ഫീൽഡിൽ ഉണ്ടാകില്ല എന്നൊരു ഭീഷണി ശ്വേതാ മേനോന്റെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ മാലാ പാർവതി പറയുന്നത്. അത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പക്ഷേ അതിനെയൊക്കെ അവഗണിച്ച്, അതായത് അൻസിബയ്ക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചത്. ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കായിരുന്നു. സാമ്പത്തിക ക്രമക്കേടാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ വർഗീയ ഇടപെടൽ ഈ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. BJP അനുകൂല നിലപാടുകൾ എടുത്തു എന്ന് പറയാതെ പറയുകയാണ് ഇപ്പോൾ ഈ താരങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിലാണ് അദാനി ഗ്രൂപ്പിൽ നിന്ന് 15 കോടി രൂപ ശ്വേതയുടെ ഉറപ്പിൽ ഈ താരസംഘടനയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടന്നിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ BJP നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആ വീഡിയോ ക്ലിപ്പ് അടക്കം പ്ലേ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും അതങ്ങനെ പെട്ടെന്ന്, നേരത്തെ നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ അമ്മയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ, താരസംഘടന പ്രതിസന്ധികൾ അത്ര വേഗത്തിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമനം, അതിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ കമ്മിറ്റി ഇങ്ങനെ, അതായത് കമ്മിറ്റി പൂർണ്ണമായും കോടതി പിരിച്ചുവിട്ടിട്ടില്ല. രമേശ് പിഷാരടിക്ക് മാത്രമാണ് പ്രശ്നമുള്ളതെന്നാണ് ഉത്തരവിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കണം, ജനറൽ ബോഡി തെരഞ്ഞെടുപ്പ് ഉണ്ടാകണം. ആ തെരഞ്ഞെടുപ്പിലേക്ക് ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾ കടന്നു വരണം. അവർ അധികാരത്തിലേക്ക് എത്തണം, അവർ ഭരണസമിതിയുടെ ചുമതലയിലേക്ക് വരണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട്
മുന്നോട്ട് വെക്കണം. അക്കാര്യം ധ്യാനടക്കമുള്ളവരെ ധരിപ്പിച്ചു എന്നുള്ളതാണ് മാലാപാർവതി പറയുന്നത്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റിക്കെതിരെ അല്ലെങ്കിൽ ഈ വിമർശനം ഉന്നയിച്ചവർക്കെതിരെ കടുത്ത നടപടികൾ വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ച പല താരങ്ങളുണ്ട്. അവർക്കെതിരെയൊക്കെ തന്നെ കൂടുതൽ വിമർശനങ്ങൾ ഈ താരങ്ങളുടെ ഭാഗത്ത് ജോയ് മാത്യു അടക്കമുള്ളവർക്കെതിരെയുള്ള വിമർശനങ്ങൾ കൂടി മാലാപാർവതി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ഏതായാലും അധികാര സ്ഥാനത്തെത്തിയവർ അംഗങ്ങളെ മറന്നു. അവരുടെ അധികാരം കാണിക്കാനുള്ള ശ്രമം നടത്തി. ഒപ്പം തന്നെ ഹിന്ദി സിനിമയിലേക്ക് പോലെ തന്നെ സിനിമയിൽ തന്നെ ഒരു വർഗീയവൽക്കരണത്തിനുള്ള നീക്കം നടത്തുന്ന കടുത്ത വിമർശനം കൂടി അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിമർശനം കൂടിയാണ് ഇപ്പോൾ ഈ താരങ്ങൾ നടത്തിയിട്ടുള്ളത്. അശ്വതി.